എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഒരു വലിയ മാൻഷന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ആ തൊപ്പിക്കാരനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും ആ എൽഡർ ലേഡിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ആവശ്യം അത് ആ എൽഡർ ലേഡിയോട് പറയാണ്. അവരത് സമ്മതിക്കും. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ബെയർ ചെയ്യാൻ കഴിയാത്ത വലിയൊരു തുകയായിരിക്കും അവർ പകരമായിട്ട് ചോദിക്കുക. അത്രയും പണം കൊടുക്കാനില്ലാത്തതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ഇളവ് ചെയ്തു തരാൻ കഴിയുമോ എന്ന് അവർ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതിനാ എൽഡർ ലേഡി പറയും, നിങ്ങൾ എല്ലാവരും വളരെ പവർഫുൾ ആണെന്ന് കണ്ടിട്ട് തോന്നുന്നു. എൻ്റെ ആൾക്കാരെ നിങ്ങൾ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് ഈ ഒരു ഫേവർ അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. അതൊരു നല്ല ഡീലാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതിന് ഓക്കെ പറയുകയാണ്. ഞങ്ങൾ നല്ല ഫൈറ്റേഴ്സാണ്, ഞങ്ങളെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പോൾ ഫൈറ്റ് ചെയ്യാനായിട്ട് ഗോതയിലേക്ക് കടന്നു വരികയാണ്. മൊട്ടപ്പനാണെങ്കിൽ പറയും, ഞാൻ ആദ്യം ഫൈറ്റ് ചെയ്യാം. ഒരുപാട് നാളായി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് എടുക്കുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ സ്കില്ലൊക്കെ പുറത്ത് കാണിക്കാൻ അതിന് സമയമെന്ന് പറയും. അത് കേട്ട് ആ എൽഡർ ലേഡി അവർ ചിരിക്കും. അവരാണെങ്കിൽ അവരുടെ അസിസ്റ്റന്റിനെ വിളിക്കും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ വളരെ കാര്യമായിട്ട് വാമപ്പൊക്കെ ചെയ്യാണ്. ചുറ്റുമുള്ള നമ്മുടെ ആൾക്കാരെല്ലാവരും അവന് കട്ട സപ്പോർട്ട് കൊടുക്കും. അടുത്ത നിമിഷം ആ ലേഡി വിളിച്ചതനുസരിച്ച് ഒരു വവ്വാൽ അവിടേക്ക് പറന്നു വരും. അതിന് കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർ ഷോക്ക് ആവുകയാണ്. ഓ നോ, ഇതുമായിട്ടാണോ ഞാൻ ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് നമ്മുടെ മൊട്ടപ്പൻ അവൻ വണ്ടറടിച്ച് അതിലേക്ക് തന്നെ നോക്കും. ഇതുമായിട്ട് ഞാൻ എങ്ങനെ ഫൈറ്റ് ചെയ്യും ചോദിക്കേണ്ട അടുത്ത നിമിഷം അത് നോർമൽ ഒരു മനുഷ്യനായിട്ട് മാറുകയാണ്. ഒരു വൃത്തികെട്ട മനുഷ്യൻ ആണെങ്കിൽ കൈയും കാലൊക്കെ വെച്ച് വമ്പൻ ആക്ഷനൊക്കെ കാണിച്ച് നമ്മുടെ മൊട്ടപ്പനെയും ബാക്കിയുള്ള ആൾക്കാരെ എല്ലാവരെയും ഞെട്ടിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ കണ്ണുമ്പ് ചിമ്മാതെ അതിനെ തന്നെ നോക്കുകയാണ്. ഒരു ബാറ്റ് എങ്ങനെ ഹ്യൂമനായി മാറി, ആ ഹ്യൂമനായി മാറിയ ബാറ്റ് അതൊരു ആദിവാസി സോങ്ങിന് അങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിനെ തന്നെ നോക്കും. ഉടനെ ആ എൽഡർ അമ്മൂമ്മ അവരാണെങ്കിൽ വിളിച്ചു പറയും, ഇത് ഫൈറ്റ് ചെയ്യാനുള്ള സമയമാണ്. ഒട്ടപ്പനാണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഓടി അടുക്കും. അടുത്ത നിമിഷം അവൻ കാല് വെച്ച് ഇപ്പൊ അവനെ തട്ടി താഴെയിടുകയാണ്. മൊട്ടപ്പൻ ചാടി എഴുന്നേറ്റ് അവനെ പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം മൊട്ടപ്പനെ ബ്ലോക്ക് ചെയ്ത് അവൻ മൊട്ടപ്പന്റെ മുഖത്ത് അറഞ്ച ആഞ്ഞെട്ടിക്കും. ചോര തുളുമ്പി മൊട്ടപ്പൻ അങ്ങനെ തെറിച്ചുപോയി അടിച്ചു വീഴുകയാണ്. മൊട്ടപ്പന് കൺട്രോൾ പോവും. അവൻ ഓടി വന്ന് ഇപ്പൊ അതിനെ കിക്ക് ചെയ്യും. അടുത്ത നിമിഷം അത് ബാക്ക് ടു ബാറ്റായി മാറും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, അതെങ്ങനെ വീണ്ടും ബാറ്റായി മാറിയും ചിന്തിച്ച് അവരതിനെ തന്നെ സൂക്ഷിച്ച് നോക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ അടുത്ത് എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയില്ല. അത് വീണ്ടും ഹ്യൂമനായി മാറി അവൻ അറ്റാക്ക് ചെയ്യോ അതോ ബാറ്റായി നിന്നുകൊണ്ട് തന്നെ അവൻ അറ്റാക്ക് ചെയ്യോ എന്നറിയാതെ അവൻ കൺഫ്യൂസ്ഡ് ആവും. വവ്വാലാണെങ്കിൽ ഇപ്പൊ അവന്റെ നേർക്ക് വരും. അവനാണെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. അത് അവന്റെ ചുറ്റും വട്ടവിട്ട് പറന്ന് അവന്റെ ബോഡിയിൽ സ്ക്രാച്ച് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. മൊട്ടപ്പനാണെങ്കിൽ അവന്റെ ഫുൾ എഫേർട്ടിൽ അതിനെ ഫോളോ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതാണെങ്കിൽ ഫ്ലൈ ചെയ്ത് അവനെ കളിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഒരുപാട് നേരം അതിനെ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ നന്നായിട്ട് ടയർഡായിരിക്കുകയാണ്. അവനെ കൊണ്ടാണെങ്കിൽ മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. അത് കണ്ട് ഹാൻസം ബോയ് ആണെങ്കിൽ അവൻ എൻകറേജ് ചെയ്യാണ്, ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല, കമോൺ നിന്റെ ഫുൾ എഫേർട്ടിൽ അതിനെ അറ്റാക്ക് ചെയ്യും. അതിന്റെ മീൻസ് അത് മനസ്സിലാക്കി അതിനെ തിരികെ അറ്റാക്ക് ചെയ്യുക. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് ആ ബാറ്റ് ആണെങ്കിൽ വീണ്ടും ഹ്യൂമനായിട്ട് മാറി മൊട്ടപ്പനെ അങ്ങനെ റൗണ്ട് ചെയ്ത് പിടിക്കും. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അവൻ മൊട്ടപ്പന്റെ തലയിൽ ആഞ്ഞ് കടിക്കുകയാണ്. വേദന കൊണ്ട് മൊട്ടപ്പൻ പൊളയാനായിട്ട് തുടങ്ങും. ഹാൻസം ബോയും ഗോക്കുവും മൊയലും എല്ലാവരും മൊട്ടപ്പനെ എൻകറേജ് ചെയ്യും. നീ അവനെ എങ്ങനെയെങ്കിലും തട്ടി മാറ്റ്. മൊട്ടപ്പനാണെങ്കിൽ പഠിച്ച പണി 18 ശ്രമിച്ച് ഇപ്പൊ അവനെ തട്ടി മാറ്റുകയാണ്. പക്ഷെ എന്താ, മൊട്ടപ്പന്റെ ബ്ലഡ് അത് ഒരുപാട് അവൻ ഉറിഞ്ചെടുത്തു. ഇവിടെ മൊട്ടപ്പൻ അവന്റെ കയ്യിലേക്ക് നോക്കും. കയ്യിലും തലയിലും ഒരുപാട് ചോര. ചുറ്റുമുള്ള നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കണ്ട് ഷോക്ക് ആവുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ പതിയെ തല ചുറ്റാനായിട്ട് തുടങ്ങും. കലിപ്പിൽ മൊട്ടപ്പൻ അവൻ വീണ്ടും അവന്റെ സ്ട്രെങ്ത് എടുക്കും. അടുത്ത നിമിഷം അവന്റെ ഫേസ് അത് മുഴുവൻ റെഡായി തലയിലൂടെ ബ്ലഡ് പുറത്തേക്ക് വരികയാണ്. അവനെ തന്നെ സമാധാനിപ്പിച്ച് പുറത്തേക്ക് ഒഴുകുന്ന ബ്ലഡ് അത് സ്റ്റോപ്പ് ചെയ്യാണ്. ഇവിടെ ആ ഒരു ഓപ്പണന്റ് അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് പറയും, ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആ തൊപ്പിക്കാരന്റെ കയ്യിൽ അവൻ കളക്ട് ചെയ്ത ബ്ലഡ് ഉണ്ട്. ചുറ്റുമുള്ള നമ്മുടെ ആൾക്കാർ വീണ്ടും അവനെ എൻകറേജ് ചെയ്യും. അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ കൺട്രോൾ പോവാണ്. നിർത്തണം നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്, എനിക്ക് ഇതൊന്നും കേൾക്കാനുള്ള സമയമല്ല എന്ന് പറഞ്ഞ് അവൻ കൂടുതൽ ടെൻസ്ഡ് ആവും. വീണ്ടും അവന്റെ തലയിലൂടെ ബ്ലഡ് പുറത്തേക്ക് വരും. അവനാണെങ്കിൽ പതിയെ തല ചുറ്റാനായിട്ട് തുടങ്ങും. ആ ഗ്യാപ്പിൽ ആ വില്ലൻ മൊട്ടപ്പന്റെ പുറകില് ആഞ്ഞ് കിക്ക് ചെയ്യാണ്. ആ ഒരു കിക്കില് അവൻ തെറിച്ചു പോയി വെള്ളത്തിൽ അടിച്ചു വീഴും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മൊട്ടപ്പനെ തൂക്കിയെടുത്ത് ഇപ്പൊ തൊപ്പിക്കാരൻ അവന് ബ്ലഡ് കൊടുക്കുകയാണ്. മൊട്ടപ്പന്റെ തലയിൽ ഇപ്പോൾ ബാൻഡേജ് ഒക്കെ കെട്ടും. അതിനുശേഷം അവരിപ്പോൾ കാര്യമായിട്ട് സംസാരിക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളാണ് എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ കളഞ്ഞത്. നമ്മൾ പരാജയപ്പെട്ടു പോയാൽ തീർച്ചയായിട്ടും ആ ഡ്രാഗൺ ബോൾ കണ്ടെത്താൻ കഴിയില്ല. എന്തെങ്കിലും ഒരു വഴി നമ്മൾ കണ്ടെത്തുന്നു പറയും. ആ സമയം ആ എൽഡർ ലേഡി ആണെങ്കിൽ വിളിച്ചു ചോദിക്കും, നിങ്ങൾ ഈ ഗെയിമിൽ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കാൻ തയ്യാറാണോ? അതിന് ഹാൻസം ബോയ് പറയും, ഇല്ല, ഞങ്ങൾക്കൊരു അല്പസമയം കൂടെ നിങ്ങൾ തരണം. ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പൊ മത്സരാർത്ഥികളെ മാറ്റാൻ പറ്റുമെന്ന് ചോദിക്കും. അതിന് ആ ഓപ്പണന്റ് ആണെങ്കിൽ മറുപടി പറയും, എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. അങ്ങനെ വീണ്ടും അവർ അടുത്ത മാച്ചിന് തയ്യാറാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ആൾക്കാരെല്ലാവരും പരസ്പരം സംസാരിക്കുകയാണ്.
ഫ്ലാഷ് ബാക്കിലാണെങ്കിൽ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ വീണ്ടും വീണ്ടും മാസ്റ്ററോട് കാര്യങ്ങൾ ചോദിച്ച് കൺഫേം ചെയ്യുകയാണ്. സത്യത്തിൽ ഇത് വർത്തി തന്നെയാണോ? നിങ്ങൾ കരുതും പോലെ ആ ലേഡി അവരത്രയും വർത്താണോ? അതിന് മാസ്റ്റർ പറയും, അതെ, നീണ്ട 500 വർഷങ്ങളായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഇത് തന്നെയാണ്. അവസാനത്ത് ആ ഒരു ഡ്രാഗൺ ബോൾ അത് തീർച്ചയായിട്ടും അവരെ കൊണ്ട് കണ്ടെത്താൻ കഴിയും. സോ എത്രയും വേഗം നമുക്ക് ഈ ബാറ്റിലിൽ പങ്കെടുത്തേ പറ്റൂ. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ഇപ്പൊ അടുത്ത് ആരാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് കാര്യം ഡിസ്കസ് ചെയ്യാണ്. ആ ഓൾഡ് ലേഡി അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മാത്രമല്ല ആ ഒരു ഫൈറ്റർ അവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ ആവേശത്തോടു കൂടെ ചാടി ചാടി നിൽക്കും. അടുത്ത നിമിഷം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞു പെണ്ണും മൊയലും അവർ രണ്ടുപേരും അവനോട് ഫൈറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ ഗോതയിലേക്ക് കടന്നു വരികയാണ്. അവരാണെങ്കിൽ ആദ്യം കുഞ്ഞിപ്പെണ്ണിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവൾക്ക് നേരെ കൊതിച്ചു പായും. അടുത്ത നിമിഷം കുഞ്ഞിപ്പെണ്ണ് അവളുടെ വാ തുറന്ന് ദുർഗന്ധം അതവന്റെ മുഖത്തേക്ക് ആഞ്ഞൂതി കൊടുക്കുകയാണ്. അവൻ ആ സ്മെല്ല് സഹിക്കാൻ കഴിയാതെ ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. ആ ഗ്യാപ്പിൽ അവളാണെങ്കിൽ അവന് അറഞ്ച പുറഞ്ച പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അവന് എന്തെങ്കിലും ഒന്ന് തിരിച്ചു ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അവൾ വീണ്ടും വീണ്ടും അവന്റെ മുഖത്തേക്ക് ആഞ്ഞൂതിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം അവനെ പഞ്ച് ചെയ്ത് അങ്ങനെ ദൂരേക്ക് തെറിപ്പിക്കുകയാണ്. ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര ആവേശം. അവരെല്ലാവരും ചേർന്ന് അവൾക്ക് കട്ട സപ്പോർട്ട് കൊടുക്കും. അവളാണെങ്കിൽ വീണ്ടും വീണ്ടും അപ്രകാരം തന്നെ ചെയ്യും. ഒരു വിധത്തിൽ ഇപ്പോ ആ ഒരു ഓപ്പണന്റ് അവനാണെങ്കിൽ വീണ്ടും ബാറ്റായി മാറി ദൂരേക്ക് പറന്നു പോവാണ്. അവന് കരയണോ ഫൈറ്റ് ചെയ്യണോ എന്നറിയില്ല. അവനാണെങ്കിൽ ചുറ്റും നോക്കും. അവന്റെ രണ്ടാമത്തെ ഓപ്പണന്റ് റാബിറ്റ് അവൻ അവിടെ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ കുഞ്ഞിപ്പെണ്ണോട് ഫൈറ്റ് ചെയ്യുന്നത് ശരിയല്ല, അവനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും ആ ഹ്യൂമണായി മാറി ഇപ്പൊ റാബിറ്റിന് നേർക്ക് പാഞ്ഞടുക്കും. ക്ലോസ് എത്തേണ്ട താമസം നമ്മുടെ റാബിറ്റ് അവനാണെങ്കിൽ ഒരു മുള്ളംപന്നിയായി മാറും. അടുത്തെത്തിയ ആ ഒരു ഹ്യൂമൺ അവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മുള്ളംപന്നി റാബിറ്റിനെ ആഞ്ഞു കടിക്കും. അവന്റെ വായിൽ ഒരുപാട് മുള്ളുകൾ കുത്തിക്കയറി അവൻ വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. ആ ഓപ്പണന്റ് ആണെങ്കിൽ ഇപ്പൊ അവരെ നോക്കും. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അവനോട് ക്യാഷ്വലായിട്ട് പറയും, നിന്റെ ഈ പവറിന് മുൻപിൽ ഞങ്ങൾ ആരും തന്നെ പേടിക്കാൻ പോകുന്നില്ല. അടുത്ത നിമിഷം ഒരു ക്രോസ് ആയിട്ട് അവളെ കാണുകയാണ്. ആണെങ്കിൽ കൂടുതൽ കൂടുതൽ പേടിയായി വീണ്ടും ഒരു ബാറ്റായി മാറി ഫ്ലൈ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കും. അത് കണ്ട റാബിറ്റ് ആണെങ്കിൽ വലിയൊരു കൈയായി മാറി അതിന്റെ പിന്നാലെ പോയി അതിനെ ആഞ്ഞ് ഹിറ്റ് ചെയ്യും. ആ ഒരു ഹിറ്റിൽ അതങ്ങനെ തകർന്ന് വെള്ളത്തിലേക്ക് വീഴുകയാണ്. ഇവിടെ ആ ഗ്രാൻഡ് ആണെങ്കിൽ അത് കണ്ട് വണ്ടർ അടിക്കും. വാവ്, ഇവരുടെ പെർഫോമൻസ് ഞാൻ കരുതിയതിലും വളരെ ഇംപ്രസീവ് ആണ്. ഇവിടെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവര് ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. വാവ്, നിങ്ങൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു, അവനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഗോകുവും ബോയും എല്ലാവരും അവർ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഇവിടെ ആ ഗ്രാൻഡ് ആണെങ്കിൽ അവരോട് പറയും, നിങ്ങളുടെ ഫസ്റ്റ് മാച്ചിൽ നിങ്ങൾ ജയിച്ചിരിക്കുകയാണ്. ഇനി നടക്കാൻ പോകുന്നതാണ് റിയൽ ഫൈറ്റ്. റിയൽ ഫൈറ്റേഴ്സ് അവരിവിടേക്ക് വരാൻ പോവാണ്. അവരുമായിട്ട് നിങ്ങൾ ആരാണ് മത്സരിക്കുന്നത്? അത് കേട്ട് ഹാൻസം ബോയ് ആണെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾക്കിപ്പോൾ ആവശ്യം റെസ്റ്റ് ആണ്. ഈ മാച്ചിൽ ഞാൻ പങ്കെടുക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ഫൈറ്റ് ചെയ്യാനായി ഗോതയിലേക്ക് കടന്നു വരും. ഗോകു ആണെങ്കിൽ ഹാൻസം ബോയോട് റിക്വസ്റ്റ് ചെയ്യും, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഈ മാച്ചിൽ പങ്കെടുത്തോട്ടെ. അതിന് ഹാൻസം ബോയ് പറയും, ഇപ്പോ നിനക്ക് റെസ്റ്റാണ് ആവശ്യം. ഞാൻ ഇത് ചെയ്തതിന് ശേഷം അടുത്ത ഫൈറ്റ് അത് നിനക്ക് ചെയ്യാന്ന് പറയും. എല്ലാവരും ഇപ്പൊ ഹാൻസം ബോയെ സപ്പോർട്ട് ചെയ്ത് അവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് ഗോതയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ആൾക്കാർ എല്ലാവരും ആകാംക്ഷയോട് കൂടെ ഫൈറ്റിന് ഉറ്റുനോക്കും. അപ്പോഴായിരിക്കും ആ ഒരു എൽഡർ ലേഡി ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയുക, ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നീ ഇൻവിസിബിൾ മാനോടാണ്. അതായത് നിന്റെ ഓപ്പണന്റിനെ നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയില്ല. അത് കേട്ട് നമ്മുടെ ഹാൻസം ബോയ് ഞെട്ടും. ഹാൻസം ബോയ് ആണെങ്കിൽ ചുറ്റും നോക്കും. ഒരു ശബ്ദം അതവൻ കേൾക്കുകയാണ്. പക്ഷെ എവിടുന്നാണ് എങ്ങനെയാണെന്നൊന്നും അവന് മനസ്സിലാവില്ല. ഹാൻസം ബോയ് അവൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ഒരുപാട് പഞ്ചുകൾ ഇപ്പൊ അവന് നേരെ വരികയാണ്. ആ പഞ്ചെല്ലാം കിട്ടി ഹാൻസം ബോയ് അവനങ്ങനെ അടിച്ചു വീഴും. ഹാൻസം ബോയ് ആണെങ്കിൽ വിളിച്ചു പറയും, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വിസിബിൾ ആയിട്ട് എന്നെ അറ്റാക്ക് ചെയ്യും. ഇവിടെ എൽഡർ ലേഡി ഒരു ഹാൻസം ബോയുടെ നിസ്സഹായ അവസ്ഥ കണ്ട് അവനെ പരിഹസിച്ച് ചിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരങ്ങനെ നോക്കി നിൽക്കും. ഇവിടെ ഹാൻസം ബോയ് ചുറ്റും ലക്ഷ്യമില്ലാതെ ചുറ്റും പഞ്ച് ചെയ്തുകൊണ്ടും ഹിറ്റ് ചെയ്തുകൊണ്ടും അങ്ങനെ സമയം ചെലവാക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിനോട് പറയും, ഈ ഒരു അവസ്ഥയിൽ നമ്മളെ സഹായിക്കാനായിട്ട് കഴിയുന്നത് രണ്ടേ രണ്ട് പേർക്കാണ്, ബുൽമയ്ക്കും മാസ്റ്റർ റോഷിക്കും. സോ ഇത്രയും വേഗം നീ അവരെ ഇവിടേക്ക് കൊണ്ടുവരണം. ഗോകു ആണെങ്കിൽ അല്പം നേരം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. മൊട്ടപ്പൻ ദേഷ്യപ്പെട്ട് പറയേണ്ട താമസം അവനാണെങ്കിൽ ഫ്ലൈയിങ് നിംബസിൽ കയറി അവരുടെ അടുത്തേക്ക് പോവാണ്. ഗോകു ആണെങ്കിൽ പറന്നുയരുന്ന അതേ സമയം ഇവിടെ നമ്മുടെ ഹാൻസം ബോയ് അവൻ ഒരുപാട് അടിയൊക്കെ കിട്ടി തകർന്ന് താഴേക്ക് വീഴുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഹാൻസം ബോയോട് പറയും, നീ എങ്ങനെയെങ്കിലും അല്പനേരം പിടിച്ചു നിന്നേ പറ്റൂ. ഗോകു അവൻ ബുൽമയും മാസ്റ്ററുമായിട്ട് തിരിച്ചു വരുന്നത് വരെ ഈ മാച്ചിൽ നീ ഉണ്ടാവണം. കേട്ട് ഹാൻസം ബോയ് ആണെങ്കിൽ വീണ്ടും ഫൈറ്റ് ചെയ്യാനായിട്ട് എഴുന്നേറ്റ് നിൽക്കും. അവനാണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അവന്റെ സ്റ്റെപ്സ് അതവൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ഏതു ഭാഗത്തു നിന്നാണ് അറ്റാക്ക് വരുന്നതെന്ന് മനസ്സിലാവും. അവൻ ചവിട്ടുന്ന പുല്ലിന്റെ പാടുകൾ അതവൻ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്ത് അങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.